ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ മുത്തച്ചിയുടെ വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. അപ്പോൾ അമ്മ പശുക്കൾക്ക് വൈക്കോലിട്ട് കൊടുക്കണം, വൈകുന്നേരം ആവും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നേരം പാടത്തേക്ക് അവറ്റങ്ങളെ ഒറ്റയ്ക്ക് വെയിലത്ത് നിർത്തേണ്ട, നിലവിൽ മഴയത്ത് നിർത്തേണ്ടതെന്ന് കരുതി വൈക്കോലിട്ട് കൊടുത്തിട്ടോ പോകുന്നത്. അപ്പോൾ രണ്ട് തൊട്ടിലും അമ്മ വൈക്കോലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പശുക്കൾക്കുള്ള തീറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് പാടത്താട്ടോ, അപ്പോൾ റോഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോയിലാട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓട്ടോ വന്ന കാരണം മറ്റുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പോകുന്ന വഴിയിൽ ട്രെയിൻ പോകുന്ന കണ്ടപ്പോൾ ഒരേ രസത്തിന് ചുമ്മാ എടുത്തതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന എടുത്തപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും എടുത്ത് വെച്ചേക്കെന്ന് കരുതി. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന സമയത്ത് മഴ പെയ്യുന്നൊക്കെ കരുതി, പക്ഷേ ചെറുതായിട്ടൊന്ന് ചാറിയെങ്കിലും നന്നായിട്ട് പെയ്തിട്ടൊന്നുമില്ല. പിന്നെ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും കാണിച്ചേക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ചാലിയം വഴി ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ ജങ്കാർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുത്തച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ളൊരു എളുപ്പമാർഗ്ഗം കേട്ടോ ഈ ജങ്കാർ വഴി. അല്ലാതെ രാമനാട്ടുകര വഴിയൊക്കെ പോവുകയാണെങ്കിൽ കുറേ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഈ ജങ്കാർ. അപ്പോൾ നമ്മൾ മുത്തച്ചിയുടെ വീട് എത്തിയിട്ടോ. എത്തിയത് മാത്രമേ കാണിക്കുന്നുള്ളൂ. വീട്ടിൽ ആരും ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. അവർക്ക് താല്പര്യമില്ലാത്തവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവരെ ആരും കാണിച്ചില്ല. അപ്പോൾ വീട്ടിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ കടൽ. അപ്പോൾ നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും കടൽ കാണാൻ പോകാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം കടലിൽ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കടലിൻ്റെ ഭംഗി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എഴുതിയാ കേട്ടോ. അപ്പോൾ കടലമ്മ വന്ന് മായ്ച്ചു പോയിട്ടുണ്ട്. നല്ല രസമല്ലേ അങ്ങനെ എഴുതിയിട്ടൊക്കെ ഒന്ന് മായ്ച്ചു പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കടലിലെ കളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കക്കയും വാങ്ങി അവിടുന്ന് തിരിച്ചു.